अजहर रजा, उर्दू जबान के बारे में आपका क्या कहना है? हिंदुस्तान में 29 रियासतें हैं। बहुत सी रियासतों में मुख्तलिफ जबानें हैं, लेकिन हम उन सब में उर्दू बोल सकते हैं। കേട്ടല്ലോ, ഉറുദുകാരനായ അസ്ഹർ റസ പറഞ്ഞത് 100% ശരിയാണ്. ലോകത്ത് 1000 വർഷം പഴക്കമുള്ള ഭാഷ, 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഭാഷ, അതെ, ഉറുദു ഭാഷ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് യാത്രക്ക് പോകുന്ന അധിക ആളുകളും പറയുന്ന ഒരേ ഒരു പ്രശ്നമാണ് ഭാഷ എന്നുള്ളത്. ഭരണഘടനാ അടിസ്ഥാനത്തിൽ 22 ഭാഷകളെ ഇന്ത്യക്കുള്ളൂവെങ്കിലും 120-ലധികം പ്രധാന ഭാഷകളുണ്ട്. പുറമെ 1600-ലധികം ഉപഭാഷകളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പല ജില്ലകളിലും വ്യത്യസ്ത ഭാഷകളുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പല ഇടപാടുകൾ നടത്തുമ്പോഴും ഭാഷ അറിയാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ വേൾഡ് ലാംഗ്വേജ് ആയ ഇംഗ്ലീഷ് പോലും അറിയാത്ത വലിയ ഉദ്യോഗസ്ഥരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. ചുരുക്കത്തിൽ നമ്മുടെ ഇന്ത്യയിൽ യാത്ര ചെയ്യണമെങ്കിൽ ഉറുദു വളരെ പ്രധാനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉറുദു ഭാഷയ്ക്ക് ഫ്യൂച്ചർ ഉണ്ടോ എന്ന്. എന്നാൽ അതിനും എൻ്റെ അടുക്കൽ മറുപടി ഉണ്ട്. നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വ്യാപകമായി കൊണ്ട് ഉറുദു ഭാഷ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നും ദുബൈ പോലുള്ള ഡെവലപ്ഡ് ആയ രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇടപാടുകൾക്ക് വേണ്ടി കോമൺ ആയിട്ട് ഉറുദു സംസാരിക്കുന്നത് നമുക്ക് ഇന്നും കാണാൻ കഴിയും. എന്തിലധികം പറയണം, നമ്മുടെ മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയായ ഇരു ഹറമുകളുടെയും ബോർഡുകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് ഉറുദു ഭാഷയുടെ പ്രാമുഖ്യം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നിങ്ങൾ പറയണം, ഉറുദു ഭാഷ വേണോ വേണ്ടേ എന്ന്.